മറ്റൊരാൾ നിന്നോട് ചെയ്ത അധർമ്മങ്ങളെ ഓർത്ത് നീ ദുഃഖിച്ചിരിക്കുകയോ അല്ലെങ്കിൽ പകപോക്കലിന്റെ കണക്കുകൂട്ടലുകളുമായി നിലനിൽക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി ഇത്രയും കാലം അയാളിൽ നിന്നും നീ എന്ത് നേടിയെന്നും നിന്നിൽ നിന്നും അയാൾക്ക് എന്താണ് പ്രാപ്തമായതെന്നും വിശകലനം നടത്തുക. സ്നേഹവിശ്വാസത്തിന്റെ അന്ധതയിൽ നീയായിരിക്കും അയാൾക്കായി അധ്വാനിച്ചിട്ടുള്ളത്. നിനക്ക് അനുകൂലമായി നിന്ന് നിന്റെ അധ്വാനത്തിന്റെ ഫലം ചൂഷണം ചെയ്യുകയെന്ന തന്ത്രത്തിലായിരിക്കും അയാൾ ഇത്രയും കാലം നിനക്കൊപ്പം നിന്നിട്ടുണ്ടാവുക. നിന്റെ അധ്വാനമോ നിലനിർത്തലിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ സ്നേഹത്തിന്റെ ലാഞ്ചന അയാളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അയാൾക്ക് നീ വെറുമൊരു ഫലവൃക്ഷം മാത്രമായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും നീ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ആ ഫലവൃക്ഷത്തിന്റെ അഭാവം അയാൾക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും തിരിച്ചറിയാത്തത് നിനക്ക് മാത്രമാണ്. ദുഃഖങ്ങളുടെ തീക്ഷണ വലയത്തിൽ നിന്നും പുറത്തിറങ്ങി നിന്റെ സ്നേഹത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള അയാളുടെ പ്രവൃത്തികൾ ഓർത്തു നോക്കുക.